ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മൂമ്മ ഐസിയിലായിരുന്നെന്ന്. ഇവ ഐസിയിൽ നിന്ന് ഇറക്കി റൂമിലോട്ടാക്കി കയ്യിലെല്ലാം ഡ്രിപ്പൊക്കെ ഇട്ട് സോഡിയം പൊട്ടാസ്യമൊക്കെ നോക്കി ഞങ്ങൾക്ക് കൊടുത്തു. അമ്മയൊക്കെ റിസൾട്ടൊക്കെ നോക്കാൻ പോയി. എന്നാലും ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് KCMയിൽ നിന്ന് ഒരു വാച്ച് കൊടുത്തു. ഇവിടെ തന്നെ ഒരു 2-3 അമ്മയ്ക്ക് ഒത്തുകൂട്ടി എൻ്റെ അമ്മയ്ക്ക്. പിന്നെ ഇപ്പം 2 ദിവസമായി വീണ് കൈയുടെ കുഴ അങ്ങനെ തെറ്റി, പിന്നെ അത് പിടിച്ചിട്ടു. ഇപ്പോൾ കൈ അങ്ങനെ ഇരിക്കുക. പിന്നെ അടുത്ത ദിവസം സോഡിയം കുറഞ്ഞു. ഇത് ആഹാരമൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ട് സോഡിയമൊക്കെ കുറഞ്ഞു. ഇപ്പം ഇതൊക്കെ സർട്ടിഫിക്കറ്റ് ട്രിപ്പൊക്കെ ഇട്ട് 2 സോഡിയത്തിൻ്റെ ഇതൊക്കെ ഇട്ടു. അത് പെയ്യെ വീഴത്തുള്ളൂ, അതുകൊണ്ടാണ് താമസിക്കുന്നതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് തീരെ വയ്യ. ഇതൊത്തിരി പൈസയായി, എന്നാലും കുഴപ്പമില്ല. അമ്മ വലുത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. ഈ കാലൊക്കെ കണ്ട് നിന്നിട്ട് വീണിട്ട് ഒന്നും കഴിക്കത്തില്ല, അതാണൊരു വിഷമം. ഇന്ന് പിന്നെ അമ്മയും മാമയും കൂടി വാരി കൊടുത്തോണ്ട് ഇച്ചിരി കഴിച്ചു, അല്ലെങ്കിൽ പിന്നെ അതും ഇല്ല. ആശുപത്രിയിൽ വീട്ടിൽ പോകാൻ വേണ്ടിയാണ് അമ്മ കഴിച്ചത് തന്നെ, അല്ലെങ്കിൽ അതും ഇല്ല, ഒന്നും കഴിക്കത്തു പോലില്ല ഗൈസ്. അതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആരും ഈ വീഡിയോ തട്ടിക്കളയരുത്. വയ്യാത്ത വീഡിയോ ഇടുന്നെന്നും പറഞ്ഞ് ആരും ഒന്നും പറയരുത്. തീരെ വയ്യാത്തത് കൊണ്ടാണ്, ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആരും കൊച്ചു വീഡിയോ എന്നും പറഞ്ഞ് കൊച്ചു പാവപ്പെട്ടവരുടെ വീഡിയോ എന്നും പറഞ്ഞിട്ട് ആരും തട്ടിക്കളയരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇതുകൊണ്ടാണ് ജീവിച്ചു വന്നത്. എൻ്റെ അമ്മമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.